ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ നാഷണൽ എക്വേറിയത്തിലേക്കാണ്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഒരാൾക്ക് 110 ദിറമാണ്. അത് വെറും ജനറൽ അഡ്മിഷൻ ടിക്കറ്റ് പ്രൈസ് മാത്രമാണ്. ഇതുകൂടാതെ തന്നെ വേറെ പാക്കേജസും ഉണ്ട്. അതിലൊന്ന് വരുന്നത് ബിയോണ്ട് ദ ഗ്ലാസ് എന്ന് പറഞ്ഞതാണ്. ജനറൽ ടിക്കറ്റ് അഡ്മിഷൻ കൂടാതെ വേറെ ഒരു സ്ഥലത്തേക്ക് കൂടി നമുക്ക് ഒരു എൻട്രി ഉണ്ടാകും. അതിന് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 140 ദിറമാണ്. പിന്നെ മൂന്നാമത്തെ വേറെ ഒരു ഓപ്ഷൻ വരുന്നത് 160 ദിറത്തിൻ്റെ ഒരു ബുട്ടീന ദൗ എന്ന് പറഞ്ഞ ഒരു ബോട്ട് റൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത് 140 ദിറത്തിൻ്റെ ബിയോണ്ട് ദ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരുന്നു. ബിയോണ്ട് ദ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകും ആ ഒരു ടിക്കറ്റ് പാക്കേജിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന്, എന്താണ് ജനറൽ അഡ്മിഷനും എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന്. ഈ ഓപ്ഷൻസിനൊക്കെ പുറമെ വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഈ കാണുന്നത് പോലെ തന്നെ ഡൈവിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മുൻപരിചയം ഒന്നും വേണ്ട. ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാർക്ക് വരെ ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ഇവരുടെ ഹെൽപ്പോടുകൂടി ഡൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 190 ദിറമാണ് ഒരാൾക്ക്. ഇതിനൊക്കെ പുറമെ വേറെയും കുറച്ചും കൂടി ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ആനിമൽ എൻകൗണ്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാക്കേജസ് വരുന്നത്. അതായത് ആനിമൽസും ഫിഷസും ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ അവരെ ഫീഡ് ചെയ്യാനും എല്ലാം പറ്റും. അതൊക്കെ ഈ ഒരു ആനിമൽ എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെയൊക്കെ തന്നെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് അറ്റ്ലാന്റിക് കേവ് എന്ന് പറഞ്ഞ ഒരു സോണിലേക്കാണ്. ഈ മൊത്തം നാഷണൽ എക്വേറിയത്തിനെ ഇവർ 10 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. ഈ എക്വേറിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 10 AM ടു നൈറ്റ് 10 PM വരെയാണ്. ഏകദേശം ഒരു 2 to 2.5 hours നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നേരത്തെ തന്നെ വരാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് നമുക്ക് എല്ലാം കണ്ടു തീർക്കേണ്ട അവസ്ഥയായിരിക്കും. ഈ ഒരു നാഷണൽ എക്വേറിയം ചുറ്റിക്കാണാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു 2 to 2.5 hours വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഇതുകൂടാതെ കുട്ടികൾക്കായിട്ട് ഇതിനകത്ത് തന്നെ ഫ്രീ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഓരോ ക്രാഫ്റ്റ്, പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ്, അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 4 to 5 hours നമ്മൾ കാണേണ്ടി വരും ഇതിനകത്ത് തന്നെ. ഇത് വലിയൊരു കട്ടിൽ പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. അത്രയും കാണാൻ വേണ്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ പറയുന്നത് 46,000+ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് ഫിഷസ് ഇവിടെ ഉണ്ടെന്നാണ്. ഇതൊരു അടിപൊളി സെക്ഷനാണ്. ഏകദേശം ഒരു 2-3 ഇതേപോലത്തെ സംഭവം ഉണ്ട്. അതായത് നമുക്ക് താഴെക്കൂടി പോയിട്ട് ഒരു ഗ്ലാസ് പാനലിൻ്റെ ഉള്ളിൽ പോലെ നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അടുത്തത് ഫിഷസിനെയൊക്കെ കാണാം. നമ്മൾ ചുറ്റും ശരിക്കും വെള്ളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ദ സബ് എന്ന് പറഞ്ഞ ഒരു സോണിലാണ്. ജീവിതത്തിൽ ഇന്നേ വരെ പോലും കണ്ടിട്ടില്ലാത്ത, അതായത് ടി വിയിലോ അല്ലെ വേറെ ഒരു എക്വേറിയത്തിലും കാണാത്തത് പോലത്തെയും പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു സോണിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായത് അക്വാ മാജിക് എന്ന് പറഞ്ഞ അടുത്ത സോണിലേക്കായിരുന്നു. ഈ ഒരു സോണിൻ്റെ പല ഭാഗങ്ങളിലും UV റേസും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ കളർഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു.
ഈ ഒരു സോണിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുണ്ടായത് ഈ ഒരു കാറാണ്. കാറിൻ്റെ അകത്ത് മൊത്തം ഒരു എക്വേറിയം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, പിന്നെ വെറൈറ്റിയും ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു അടിപൊളി സോണിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഫ്രോസൺ ഓഷ്യൻ എന്ന് പറഞ്ഞ വേറെ ഒരു സോണിലേക്കായിരുന്നു. ഈ ഒരു സോൺ കഴിഞ്ഞ പാടന്നെ നമുക്കൊരു കെഫെ കാണാൻ വേണ്ടി പറ്റും. അത് ശരിക്കും വളരെ അത്യാവശ്യമായിരുന്നു, കാരണം വലിയൊരു സ്ഥലമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചുറ്റി കാണുമ്പോൾ തന്നെ നല്ല ടയേർഡാകും, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലൊരു കെഫെയൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ കാണുന്ന ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ പോലെയാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ഒരു സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞ ഒരു സോണാണ്. പേര് പോലെ തന്നെ ഇത് സ്നേക്സിനായിട്ടുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ആണ്. പലതരത്തിലുള്ള പാമ്പുകളെയും നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എത്രത്തോളം ലെങ്ത്ത് വരും, എന്തൊക്കെയാണ് പേര്, എത്രത്തോളം ഡേഞ്ചറസാണ്, എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്നേക്സിനെ കൂടാതെ പലതരത്തിലുള്ള ഇൻട്രാക്റ്റീവ് ഗെയിംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് ഇതെല്ലാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു ഈ കാണുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ സാധാരണ സ്നേക്ക് ആൻഡ് ലാഡർ ഇല്ലേ, അതും ഇവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് പോലെ തന്നെ. ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റിയുടെ സെക്ഷൻ. ഇവിടെ ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റ് വർക്ക് കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോറസ്റ്റ് ഫയറിനെ പറ്റിയിട്ടും അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അറബിക്കിലും ഇംഗ്ലീഷിലെല്ലാം മാറി മാറി അവർ പ്ലേ ചെയ്യുന്നുണ്ടാകും.
ഈ ഒരു സ്ഥലത്ത് ഏകദേശം നമ്മളൊരു 1 hour എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായത് ഒരു സോവനിയർ ഷോപ്പാണ്. അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അത് എൻഡാണെന്ന്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലെയും എൻഡിലാണല്ലോ സോവനിയേഴ്സ് ഷോപ്പ് വരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയപ്പോൾ നെക്സ്റ്റ് സോൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ബുട്ടീന ഐലൻഡ് എന്നാണ്. ഇതും നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു. വലിയ ഗ്ലാസ് എക്വേറിയംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ വലിയ ഫിഷസും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായത് നേരെ നെക്സ്റ്റ് ടണലാണ്. ഈ ടണലാണ് UAEയിലെ ഏറ്റവും വലിയ വാട്ടർ ടണൽ. ഷാർജയിലും ദുബായിലും ഒക്കെ എക്വേറിയത്തിൽ ടണൽസ് ഉണ്ട്. ഷാർജയിൽ വളരെ ചെറുതാണ്, ദുബായ് എക്വേറിയം കുറച്ചുകൂടി വലിയതാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ട് പോർഷൻസ് ഓഫ് ടണൽ പോലെയാണ് വരുന്നുണ്ടായ. അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലവും ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. സത്യം പറഞ്ഞാൽ വേറെ എല്ലാ സ്ഥലത്തും വെറും നടത്തം മാത്രമായിരുന്നു. ഫോട്ടോസ് ഇപ്രാവശ്യം എടുത്ത വളരെ കുറവായിരുന്നു. ഈ ഒരു ടണലായിരുന്നു ഏറ്റവും എൻഡായിട്ട് വരുന്നത് ഈ എക്വേറിയത്തിൻ്റെ. അതായത് ഇത് ജനറൽ അഡ്മിഷൻ ടിക്കറ്റ്സ് ഉള്ള ആൾക്കാരുടെ കയ്യിലുള്ള ഏറ്റവും ഡെഡ് പോയിന്റ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായത് വേറെ ഒരു സോവനിയർ ഷോപ്സ്. സോവനിയേഴ്സ് മാത്രമല്ല, വേറെ സോഫ്റ്റ് ടോയ്സും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ എടുത്ത ടിക്കറ്റ്, അതായത് ബിയോണ്ട് ദ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നത്. അതിനായിട്ട് ലിഫ്റ്റ് കയറി നേരെ മേലത്തെ ഫ്ലോറിൽ പോയതിന് ശേഷം അവിടെ സ്റ്റാഫൊന്നുമില്ല ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി. നമ്മളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഈ ഒരു ഏരിയാസിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കുറച്ച് സമയം ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു 15 ആൾക്കാരെ ഗ്രൂപ്പായിട്ടാണ് അവർ ഉള്ളിൽ കടത്തി വിടുന്നത്. അതായത് ഒരു ഗൈഡഡ് ടൂറാണ്. ഒരാളുണ്ടാകും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ 15 ആൾക്കാരായിട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചാൻസ് വന്നു. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തൊന്നും എൻട്രി ഇല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയുടെ ഈ ഒരു സെക്ഷൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർ ഓഷ്യൻസിൽ നിന്നും വേറെ പല സ്ഥലത്തുനിന്നും രക്ഷിക്കുന്ന ഓരോരോ ആനിമൽസ് ഉണ്ടാവില്ലേ, അതിപ്പോൾ റെപ്റ്റൈൽസ് ആയാലും എന്ത് ആനിമൽസ് ആയാലും അവരെ റെസ്ക്യൂ ചെയ്തിട്ട് അവരവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഇപ്പം ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് അവരെ തിരിച്ച് കടലിൽ തന്നെ കൊണ്ടുവിടും. ആ ഒരു സെക്ഷനാണ് ഇത്. റെസ്ക്യൂ സെക്ഷനാണ് മെയിനായിട്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള വലിയ ടാങ്ക്സിലുള്ള അതിപ്പോൾ എഗ്ഗ് ആയാലും എന്തായാലും ശരി, അതൊക്കെ ഇവർ റെസ്ക്യൂ ചെയ്തിട്ട് അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മളെ എല്ലാവരെയും ഒരുപോലെ അതിശയിപ്പിച്ച് എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, ഈ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാ ആനിമൽസിനും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകതര കിച്ചണും ഷെഫും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവരുടെ ഓരോരോ ആനിമൽസിൻ്റെയും അതാത് മെനു വരെ അവരവിടെ സെറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലുള്ള ബോട്ട് റൈഡാണ് നമ്മൾ ഇവിടെ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായത്. അതായത് അവിടെ എൻട്രി ഇല്ലയെന്ന് പറഞ്ഞത്, ഇതിലൂടെയാണ് എൻട്രി. ഇത് പക്ഷേ നമ്മുടെ ടിക്കറ്റിന് ഈ ഒരു ബോട്ട് റൈഡ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇതിന് 160 ദിറത്തിൻ്റെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം.
കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കും. ആ ബോട്ടിൻ്റെ നമ്മളെ ബേസ്മെൻറ്റ്, അതായത് നമ്മൾ കാല് വെക്കുന്ന സ്ഥലം ഗ്ലാസിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് താഴെയുള്ള ഫിഷ് ആയാലും വേറെ എന്ത് ജീവികളായാലും നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, ഒരു 5 മിനിറ്റത്തെ എക്സ്പീരിയൻസ് മാത്രം. അതായിരുന്നു ലാസ്റ്റ് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കെഫറ്റീരിയ വീണ്ടും ഉണ്ട്, ഓപ്പൺ കോൺസെപ്റ്റുള്ള കെഫറ്റീരിയ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്കാണ് എത്തുന്നത്. നല്ല അടിപൊളി സൺസെറ്റ് ടൈമായിരുന്നു, അതും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പം വീണ്ടും അടുത്തൊരാഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.